ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൾസസ് എന്താണ് എന്ന് പറഞ്ഞു. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു മീഡിയത്തിൽ പൾസ് ഉണ്ടാക്കുന്നത്? ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് കൺസിഡർ ചെയ്യുകയാണ്. ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു ഓസിലേഷൻ കൊടുക്കുകയാണ്. നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മാനറിൽ അതിനങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൽ വേവ്സ് ഉണ്ടാവും, അതിനകത്ത് ഹാർമോണിക്സ് ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, അങ്ങനെ ഹാർമോണിക്സുകൾ ഉണ്ടാവും. ഈ ഹാർമോണിക്സുകളെല്ലാം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ്ങിൽ പൾസ് ഉണ്ടാവും. അപ്പൊ ഏതൊരു മീഡിയത്തിലാവട്ടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാർമോണിക്സുകളെ കമ്പൈൻ ചെയ്തിട്ട് പൾസസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എൻഡ് നമ്മളിങ്ങനെ സിമ്പിൾ ഹാർമോണിക് മാനറിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറെന്റ് ഷേപ്സിലുള്ള പൾസസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പൾസ് എന്ന് പറയുന്നത് ശരിക്കും കോമ്പിനേഷൻ ഓഫ് ഹാർമോണിക്സ് ആണ്. ഹാർമോണിക്സ് ചേർന്നിട്ടാണ് പൾസസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ω1 ആണെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്കിന്റെ ആംഗുലാർ ഫ്രീക്വൻസി 2ω1, തേർഡ് ഹാർമോണിക്കിന്റെ 3ω1, അങ്ങനെ വരും. അപ്പോൾ ഈ ഫ്രീക്വൻസീസ് ഒക്കെയുള്ള ഈ ഹാർമോണിക്സ് എല്ലാം ചേർന്നിട്ടാണ് അല്ലേ, ഹാർമോണിക്സ് പറയുമ്പോൾ വേവ്സ് തന്നെ, ഇത് ചേർന്നിട്ടാണ്, ഈ വേവ്സുകളെല്ലാം ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, പൾസസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കലി നമുക്ക് പറയാം. നമ്മൾ ഒരു സ്ട്രിങ്ങിൽ ടെൻഷൻ T ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് μ ആണ്. അപ്പൊ നമുക്ക് ഒരു എൻഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, സിമ്പിൾ ഹാർമോണിക് മാനറിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് T/μ അതായിരിക്കും വെലോസിറ്റി ഓഫ് വേവ്സ്. അപ്പോൾ ആ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന വേവ്സ് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. നമ്പർ ഓഫ് ഹാർമോണിക്സ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക് എല്ലാം ഉണ്ടാക്കാം. അപ്പോ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക്കിന്റെ വേവ് ലെങ്ത് നമുക്ക് കാണാം, വെലോസിറ്റി കാണാം അല്ലേ. അപ്പോ നോക്കുക, കൺസിഡർ എ സ്ട്രിംഗ് ഓൺ വിച്ച് T is equal to 100 Newton, μ is equal to 1 kg/m. അങ്ങനെയാണ്. 100 Newton ടെൻഷനും മാസ് പെർ യൂണിറ്റ് ലെങ്ത് μ 1 kg/m ഉള്ള ഒരു സ്ട്രിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. One end of it is moved up and down in simple harmonic manner with a period of 1 hour. അതായത് പീരിയഡ് 1 hour വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു സിമ്പിൾ ഹാർമോണിക് മാനറിൽ ഒരു എൻഡിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാണ്. അതായത് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ടൈം പീരിയഡ് വരുന്ന രീതിയിൽ ഇതിനെ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു തവണ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ തവണ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പൾസ് ഉണ്ടാവും. ആ പൾസ് ഇങ്ങനെ ഇതിനകത്തോട്ട് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും അല്ലെ. ഒരു ഡെഫിനിറ്റ് ഷേപ്പ്, ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഉണ്ടാവും അല്ലെ. അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും. 1 മണിക്കൂറിന് ശേഷം വീണ്ടും അത്തരത്തിലുള്ള ഒരു ഷേപ്പ് ഇങ്ങനെ പോകണം. 1 മണിക്കൂറിന് ശേഷം വീണ്ടും അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പൾസ് ജനറേഷൻ നമുക്ക് കാണാം. ഇനി വെലോസിറ്റി ഓഫ് വേവ്, അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വേവ് തന്നെയാണ് അല്ലേ, അതിങ്ങനെ പോകുന്നുണ്ടല്ലോ. അതിന്റെ ആ വെലോസിറ്റി ഓഫ് വേവ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ട്രിങ്ങിനകത്ത് ഉണ്ടാകുന്ന വേവിന്റെ വെലോസിറ്റി എത്രയാണ്? d = സ്ക്വയർ റൂട്ട് ഓഫ് T/μ ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 100/1 സ്ക്വയർ റൂട്ട് ഓഫ് 100 10 m/s വെലോസിറ്റിയിലാണ് ഇവിടെ വേവ്സ് പോകുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് നമുക്ക് കാണാം. λ v/μ ആണല്ലോ. ന്യൂന 1/t എഴുതി കഴിഞ്ഞാൽ 10/1/t ആണ്. ടൈം പീരീഡ് വന്നിട്ടുണ്ട് ഇവിടെ 1 hour ആണ്. സോ 10/1/3600, 1 hour എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 36,000 മീറ്റർ ആണ് അല്ലെ. 36,000 മീറ്റർ ആണ് അപ്പൊ ഇവിടെ വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ സ്ട്രിങ് ചിലപ്പോ ഈ പറയുന്ന 36,000 മീറ്റർ ലെങ്ത് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ എന്ത് ചെയ്തു, ഒരു വേവ് ഇതാ ഇങ്ങനെ ഉണ്ടായി. അതിന്റെ വേവ് ലെങ്ത് 36,000 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്തു, 36,000 ദൂരം അങ്ങനെ പോകാൻ സാധിക്കും അല്ലെ. അപ്പോ അത്രയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി നോക്കുക, ഇവിടെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ വേവ് ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത് 36,000 മീറ്റർ. ഇനി സെക്കൻഡ് ഹാർമോണിക്കിന് ഇതിന്റെ പകുതിയായിരിക്കും, 18,000 മീറ്റർ ആയിരിക്കും വേവ് ലെങ്ത്. തേർഡ് ഹാർമോണിക്കിന് അതിന്റെ പകുതി, ദാറ്റ് ഈസ് 9,000 മീറ്റർ ആയിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് ഹാർമോണിക്സ് ഈ സ്ട്രിങ്ങിനകത്ത് ഉണ്ടാവുന്നുണ്ട്. nth ഹാർമോണിക്കിനാണെങ്കിൽ 36,000/n മീറ്റർ ആണ് വേവ് ലെങ്ത്.
അതെല്ലാം കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്, പൾസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക് വിത്ത് വേവ് ലെങ്ത് 18,000 മീറ്റർ, തേർഡ് ഹാർമോണിക് വിത്ത് വേവ് ലെങ്ത് 9,000 മീറ്റർ, എക്സെട്രാ up to nth harmonic with wave length 36,000 by n meter are produced on the string. These harmonics are superimposed to form pulses. ഇതെല്ലാം ചേർന്നിട്ടാണ് ഇതുണ്ടാവുന്നത്, പൾസസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ്? ω1 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ അതിന്റെ ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എത്രയാണ്? 3,600 സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പൾസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ പൾസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുണ്ടായി, പിന്നെ അടുത്ത പൾസ് ഉണ്ടാവണം, നമ്മൾ ഒന്ന് കുറഞ്ഞു, ഇവിടെ ഒരു പൾസ് ഉണ്ടായി അല്ലേ. പിന്നെ അടുത്ത പൾസ് ഉണ്ടാവണമെങ്കിൽ എത്ര സമയം കഴിയണം? 3,600 സെക്കൻഡ് കഴിയണം. അതിലാണ് ഏതൊരു പൊസിഷനിലാവട്ടെ, ഇവിടെ ഒരു പൾസ് ഉണ്ടായി, ഒരു ചെറിയൊരു സമയത്ത് ഉണ്ടായുള്ളൂ, പെട്ടെന്ന് തന്നെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. പിന്നെ അതേപോലെ പൾസ് കൂടെ ഉണ്ടാവണമെങ്കിൽ എത്ര സമയം കഴിയണം? അടുത്ത കുടച്ചിൽ അല്ലെ, അതായത് എപ്പോഴാ? 3600 സെക്കൻഡ് സമയം കഴിഞ്ഞിട്ടാണ് അല്ലെ. അല്ലെങ്കിൽ പിന്നെ അടുത്ത പൾസ് ഈ ഇതിൽ ഉണ്ടാവും. അവിടെ എപ്പോഴാണെന്ന് അറിയോ? ഇവിടെ നമ്മള് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു അല്ലെ, ആ സമയത്ത് ഇവിടെ ഒരു പൾസ് കിട്ടി. അതിൽ നിന്ന് എന്ത് ചെയ്യും? ഈ പറയുന്ന വേവ് ലെങ്ത് 36,000 മീറ്റർ വേവ് ലെങ്ത് കഴിഞ്ഞ അത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞ ഒരു സ്ഥലത്ത് എന്തുണ്ടാവാം? പൾസ് ഉണ്ടാവാം. അപ്പൊ ഇവിടെ ഒരു പൾസ് ഉണ്ടായി, 36,000 മീറ്റർ കഴിഞ്ഞ ഒരു സ്ഥലത്ത് അപ്പൊ തന്നെ വേറൊരു പൾസ് നമുക്ക് കാണാം. അതേ സ്ഥലത്ത് പൾസ് കാണണമെങ്കിൽ എത്ര സമയം കഴിയണം? 3600 സെക്കൻഡ് സമയം കഴിയണം എന്നുള്ളതാണ്. അതായത് റിപ്പീറ്റേഷൻ ഓഫ് പൾസ് occurs in a distance 36,000 meter or in time 3,600 സെക്കൻഡ്. 3600 സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ പൊസിഷനിലും പൾസസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു കേസാണ് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത പൾസ് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് എത്ര പോയിന്റ് അകലെയാണ് മറ്റൊരു പൾസ് കിട്ടുക? അതിന്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ വേവ് ലെങ്ത്, അതിന് ഈക്വൽ ആയിട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് അകലെയായിരിക്കും അടുത്തൊരു പൾസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ ഓഫ് എ പൾസിൽ പറയാനുള്ളത്. കുറെ ഹാർമോണിക്സ് ചേർത്തിട്ടാണ് ഒരു പൾസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഫോറിയർ അനാലിസിസ് ഓഫ് പൾസസ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ഫോറിയർ അനാലിസിസ് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു പീരിയോഡിക് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് എ നമ്പർ ഓഫ് ഹാർമോണിക് ടേംസിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷന് കൃത്യമായിട്ടുള്ളൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാർമോണിക് ഫംഗ്ഷൻസിന്റെ ഫ്രീക്വൻസീസ്. ആ രീതിയാണ് നമ്മൾ ഫോറിയർ അനാലിസിസ് എന്ന് പറയുക. എനി പീരിയോഡിക് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ് of which frequencies are integral multiples of the frequency of the given periodic function. Okay, that is the process Fourier analysis. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് വേവ് പൾസസ് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു പൾസ് ഉണ്ടാക്കിയത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ പൾസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു അല്ലേ. അതിന്റെ ഒരെൻഡ് നമ്മൾ സ്വിച്ച് ചെയ്യാണ് അല്ലേ, ഒന്ന് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്തു, അവിടെ സ്റ്റില്ലായിട്ട് പിടിച്ചു അല്ലേ. അപ്പോൾ ഒരു പൾസ്, ഒരു കോൺസ്റ്റന്റ് ഷേപ്പുള്ള പൾസ് ഒരു എൻഡിൽ നിന്ന് മറ്റൊരെൻഡിലേക്ക് അങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെരി ഷോർട്ട് ടൈം മാത്രമാണ് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നും കണ്ടു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൾസ്, ആ പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ഓഫ് ഹാർമോണിക്സ് ആണ് എന്ന് നമ്മൾ പറയുണ്ടായി അല്ലേ. അതായത് ഇപ്പോ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങില് ω1 ആണ് അതിന്റെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി എന്ന് കരുതുക അല്ലെ. സെക്കൻഡ് ഹാർമോണിക് അതിലുണ്ടാവും, 2 ലൂപ്പുള്ള വേവ് അല്ലെ. അപ്പൊ അതിന്റെ കേസിൽ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി വരുന്നത് 2ω1 ആണ്. തേർഡ് ഹാർമോണിക് ആണെങ്കിൽ 3ω1 ആണ് അല്ലെ. ഈ ഹാർമോണിക്സുകൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അല്ലെ, n നമ്പർ ഓഫ് ഹാർമോണിക്സ് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പൾസ് കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിലെ ബേസിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω1 ആണ്. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, അങ്ങനെ കുറെ നമ്പർ ഓഫ് ഹാർമോണിക്സ് ചേർന്നിട്ടാണ് പൾസ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അതിലെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ആംഗുലർ ഫ്രീക്വൻസി ആയിട്ടുള്ള ω1 ആണ് നമ്മൾ ആ ഒരു പൾസിന്റെ ബേസിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഐഡിയയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ പൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? പൾസിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓരോ ഹാർമോണിക് ടേംസിന്റെയും സമ്മേഷൻ ആയിട്ട് നമുക്ക് അല്ലെ, സമ്മായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. n നമ്പർ ഓഫ് ഹാർമോണിക്സിന്റെ
സമ്മാണ് ശരിക്കും ഒരു പൾസ്, അതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ സമ്മേഷൻ രീതിയിൽ നമുക്കത് എങ്ങനെ എഴുതാം? ഒരു പൾസിനെ y of t is equal to sigma n is equal to 1 to infinity cn cos n omega 1t minus delta n എന്ന് എഴുതാം. ഈ ഡെൽറ്റ n ഇനീഷ്യൽ ഫേസ് ആണ്. ഓക്കെ, ഇനീഷ്യൽ ഫേസ് ആംഗിൾ ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക്കില് n 1 ആവും. അപ്പൊ ഇതൊരു c1 cos omega 1t minus delta പ്ലസ് സമ്മേഷൻ ആണ്. n 2 ആവും. സെക്കൻഡ് ഹാർമോണിക്കില് c2 cos 2 omega 1t minus delta 2 പ്ലസ് c3 cos 3 omega 1t minus delta 3. ആ രീതിയിൽ നമ്പർ ഓഫ് ഹാർമോണിക്സിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ നമുക്ക് പൾസിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒമേഗ 1 ബേസിക് ഫ്രീക്വൻസി ആണ്. അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫോറിയർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണിക്കാം. ഫോറിയർ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫോറിയർ തിയറം. By Fourier theorem, any periodic pattern of displacement can be expressed as linear combination of infinite set of harmonics. ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് ഹാർമോണിക്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഈ എഴുതിയിട്ടുള്ള പൾസ് റെപ്രസെന്റേഷനിൽ നമുക്ക് കാണാം ഓരോ ഹാർമോണിക്സും ഈ ഒമേഗ 1ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത് അല്ലെ? ഓരോ ഹാർമോണിക്സിലെയും ആംഗുലാർ ഫ്രീക്വൻസി, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി ആംഗുലാർ ഫ്രീക്വൻസി ബേസിക് ഫ്രീക്വൻസി എന്നൊക്കെയാണ് പറയാം. അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫോറിയർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എഴുതുക? അതിനൊരു ജനറൽ ഫോം ഉണ്ട് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് y of t is equal to sigma n is equal to 1 to infinity an sin n omega 1t plus sigma n is equal to 1 to infinity bn cos n omega 1t ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ 1 ഫ്രീക്വൻസി ആണ് പീരിയോഡിക് ഫംഗ്ഷൻ ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒമേഗ 1ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് വരുന്ന ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ് അല്ലെ? സൈൻ കൊസൈൻ ഒക്കെ പറയുന്ന ഹാർമോണിക് ഫംഗ്ഷൻസ് ആണല്ലോ. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഈ പീരിയോഡിക് ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇവിടെ a b ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഏതൊരു പൾസിനെയും ഫോറിയർ സീരീസ് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ചില എക്സാമ്പിൾസ് ഒക്കെ നോക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഈ ഒരു വേവ് പറഞ്ഞു അല്ലെ, പൾസ് പറഞ്ഞു. അപ്പൊ ഈ പൾസിന്റെ കേസിലെ ബേസിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ 1 ആണ്. അതായത് ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒമേഗ 1 ആണ് ബേസിക് ഫ്രീക്വൻസി. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ പൾസിന്റെ കാര്യം നമുക്കറിയാം. പൾസ് എന്ത് ചെയ്യും? ഒരു ടൈമിൽ ഉണ്ടാവും, അത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. പിന്നെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. പർട്ടിക്കുലർ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. കുറച്ച് നേരത്തെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. പൾസിന് ഒരു റിപ്പീറ്റേഷൻ പീരീഡ് ഉണ്ട്. ഒമേഗ 1 ആണ് ബേസിക് ഫ്രീക്വൻസി എങ്കിൽ ആ റിപ്പീറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2π ഒമേഗ 1 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വേവ് പൾസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കാണുന്ന ടൈം π/ഒമേഗ 1 to π/-π/ഒമേഗ 1 to π/ഒമേഗ 1. ആ ഒരു ടൈം ഇന്റർവെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു പൾസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കാണുന്നത് എന്നുള്ളതാണ്. -π/ഒമേഗ 1 to π/ഒമേഗ 1 ടൈമിലാണ് നമുക്ക് പൾസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫോറിയർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുക? ഒരു പൾസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ പൾസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഫോറിയർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാം അല്ലെ എന്നൊക്കെ നമുക്ക് കാണാം. ഫോറിയർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ cn ന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാം. ഇവാലുവേഷൻ ഓഫ് cn ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഫോറിയർ അനാലിസിസ് ഓഫ് എ പൾസ് ചെയ്യണം. അപ്പോൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു. y of t is equal to sigma n is equal to 1 to infinity an sin n omega t plus sigma n is equal to 1 to infinity bn cos n omega t ആണ്. അതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? y of t ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ പറയുമ്പോൾ y of minus t is equal to y of t എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഫോറിയർ സീരീസ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സിഗ്മ n is equal to 1 to infinity bn cos n omega t എന്ന് പറയുന്ന കൊസൈൻ ടേംസ് മാത്രമാണ് y of t ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ y of minus t is equal to y of t ആണെങ്കിൽ ഫോറിയർ സീരീസിൽ ഉണ്ടാവുക എന്നതാണ് ഈ ഒരു ഭാഗം ഉണ്ടാവുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ y of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ
ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ y ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഓഫ് ടി എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് ഈ ഒരു സാധനം ഉണ്ടാവുക കൊസൈൻ ടേംസ് ഉണ്ടാവുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, സൈൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോറിയർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, നോക്കുക, ഈ y ഓഫ് ടി ഈസ് ഓഡ് ഫംഗ്ഷൻ, y ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഓഫ് ടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറിയർ സീരീസ് കൺസിസ്റ്റ് സൈൻ ടേംസ് ഓൺലി, ഈ ഒരു ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ഉണ്ടാവില്ല. If y of t is even function, which means y of minus t is equal to y of t, Fourier series consists cosine terms only. നമുക്ക് ചില ഫംഗ്ഷൻസിനെ ഗ്രാഫിക്കലായിട്ട് കാണിച്ചുകൊണ്ട് അത് ഈവൺ ആണോ ഓഡ് ആണോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. y of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. x ആക്സിൽ t, y ആക്സിൽ y of t നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓഡ് ആണോ ഈവൺ ആണോ എന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഒറിജിനെ നമ്മൾ അതിന്റെ മിഡ് പോയിന്റിലേക്ക് മാറ്റും. ഒറിജിൻ ഈ ഒരു എൻഡിലാണ് നിൽക്കുന്നത് അല്ലേ, അതിന്റെ മിഡ് പോയിന്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒറിജിൻ അവിടെ o ഡാഷ് എന്നെഴുതാം ആ ഒറിജിനെ അല്ലേ. ഇനി ആ ഒറിജിനിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ഹാഫ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. ആ രണ്ട് ഭാഗങ്ങളും ഒരേപോലെയാണെങ്കിൽ, സിമെട്രിക്കൽ ആണെങ്കിൽ അല്ലേ, അതെന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടു ദ മിഡ് പോയിന്റ് ആൻഡ് ദെൻ if origin divided the function to two segments which are symmetrical, function is known as even function. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇവിടേക്ക് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു, രണ്ട് ഭാഗം ഒരുപോലെയാണല്ലോ, അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനെ ഷിഫ്റ്റ് ചെയ്തു ഇവിടേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെയാണ് നിൽക്കുന്നത് അല്ല, ഇവിടെ ഞാൻ മുകളിലേക്കാണ്, ഇവിടെ താഴത്തേക്കാണ്, രണ്ടും പോലെ അല്ല. അപ്പൊ ഇത് ഒരു ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഈ ഫംഗ്ഷൻ ഇത് സൈൻ ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ സൈൻ ഫംഗ്ഷന്റെ ഒറിജിൻ നമ്മൾ അതിന്റെ ആ ഒരു ഈ ഒരു കേസിൽ മിഡ് പോയിന്റിലേക്ക് നമ്മൾ മാറ്റി, ഇവിടെ മാറ്റി അല്ലേ. ഇത് രണ്ട് ഭാഗത്ത് നമുക്ക് സിമെട്രിക്കൽ ആണോ? അല്ല, സിമെട്രിക്കൽ അല്ല അല്ലേ. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഭാഗം വരുന്നത്, ഇതിന്റെ ഭാഗം നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എങ്ങനെയാണ്? ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് സിമെട്രിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. എന്നാൽ കൊസൈൻ ഫംഗ്ഷൻ നമ്മൾ നോക്കുമ്പോൾ അത് സിമെട്രിക്കൽ ആണ് എന്നും കാണാം. കൊസൈൻ ഫംഗ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ കൊസൈൻ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണ് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒറിജിൻ ഇവിടെയാണ് കിടക്കുന്നത്. അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒറിജിൻ അവിടേക്ക് വരില്ല, ഇവിടേക്ക് വരും. ഓക്കെ, ഇവിടെ നോക്കി നോക്ക്, ഈ ഭാഗവും ഒരേപോലെയാണ്, സിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് y of t is equal to y of minus t എന്ന് തന്നെയാണ് കൊസൈൻ ഫംഗ്ഷന്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കൊസൈൻ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനൊക്കെ ഈവൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് സൈൻ ഫംഗ്ഷനും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഫംഗ്ഷനൊക്കെ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ഈ ഈവൻ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫോറിയർ അനാലിസിസ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓഡ് ഫംഗ്ഷൻ ആവുന്ന സമയത്ത് ഈ ഒരു സൈൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ കൊസൈൻ ടേംസ് മാത്രമാണ് ഫോറിയർ സീരീസിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പൾസിന്റെ ഫോറിയർ അനാലിസിസ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.